ധന്യ ക്രിസ്തീയ മതവിശ്വാസം അനുസരിച്ച് കന്യാസ്ത്രീകൾ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മണവാട്ടിമാരാണ്. പക്ഷേ അങ്ങനെ ക്രിസ്തുവിൻ്റെ മണവാട്ടിമാരായിരിക്കുന്ന കന്യാസ്ത്രീകൾ അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ പാതയിലേക്കാണ് അവർ കന്യാസ്ത്രീമാരായിട്ട് വരുന്നത്. പക്ഷേ ഇപ്പം വളരെ കഷ്ടപ്പെട്ട, അതായത് കഷ്ടതയാർന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവം ആന്ധ്രയിൽ നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ പറയുന്ന കന്യാസ്ത്രീമാരൊക്കെ ഇങ്ങനെ ഗർഭിണികളാകുന്നതും ഇത്തരം ക്രൂരതയ്ക്കൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ സംശയം. കൂടുതൽ വിവരങ്ങൾ എന്താ? ഭാരതം പറഞ്ഞത് ശരിയാണ്. ഈ കന്യാസ്ത്രീകൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മണവാട്ടികൾ അല്ലെങ്കിൽ മാലാഖമാർ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവരെ കാണുന്നത് എന്നുള്ളതാണ്. പല കന്യാസ്ത്രീ മഠങ്ങളും ഭാരതം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ മതിലോടുകൂടി ഉള്ളിൽ ഒരുപാട് ഏക്കറിൻ്റെ ഉള്ളിലായിരിക്കും മഠങ്ങൾ. പലപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് ഇങ്ങനെ ഒരു നിഗൂഢത ഉള്ള ഒരു സ്ഥലമാക്കി ഈ കന്യാസ്ത്രീ മഠങ്ങളൊക്കെ മാറുന്നത് എന്തിനുള്ളത്. പിന്നീട് നമ്മളത് ചോദ്യം ചെയ്താൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, വിവാദങ്ങളൊക്കെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പലപ്പോഴും നമ്മൾ ആ ചോദ്യം മനസ്സിൽ തന്നെ അങ്ങ് ഒതുക്കിക്കളയും. പ്രത്യേകിച്ച് കന്യാസ്ത്രീ മഠത്തിൽ താമസിക്കാനും അല്ലെങ്കിൽ പോകാനും ഒക്കെ ഉള്ളൊരു അവസരം കിട്ടിയിട്ടുള്ളത് കൊണ്ട് കുറച്ചുകൂടി അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ എത്തുന്ന പല പെൺകുട്ടികളും ഇപ്പോൾ പലരും അതിൻ്റെ അകത്തുനിന്ന് വന്നിട്ട് പല വെളിപ്പെടുത്തലുകളും നടത്തിയതൊക്കെ നമ്മൾ ഞെട്ടിച്ചതാണ്. കാരണം അച്ഛന്മാരൊക്കെ പലപ്പോഴും രാത്രികളിൽ കന്യാസ്ത്രീ മഠത്തിലെത്താറുണ്ട് എന്നും പലരും പല കന്യാസ്ത്രീകൾ ലൈംഗികമായി ഉപയോഗിക്കപ്പെടാറുണ്ട് എന്നൊക്കെയുള്ള പല വെളിപ്പെടുത്തലുകൾ പലരും പുറത്ത് നടത്തിയത് വലിയ വിവാദങ്ങൾക്കൊക്കെ ഇടയാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ ഫാദർ ഫ്രാങ്കോ പോലെയുള്ളവർക്കെതിരെയൊക്കെ വലിയ ആരോപണങ്ങളൊക്കെ വന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ പൊതുവിൽ ഈ കന്യാസ്ത്രീ മഠത്തെക്കുറിച്ചൊക്കെ എപ്പോഴും ഒരു ദുരൂഹത നിലനിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ കന്യാസ്ത്രീ മഠത്തിൽ കന്യാസ്ത്രീ ആകാനുള്ള ആ ഒരു പരിശീലനത്തിനായി വന്ന ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകി, അതിനുശേഷം ആ കുഞ്ഞിനെ ജനലിലൂടെ വലിച്ചെറിഞ്ഞു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. ഞെട്ടലോടെ തന്നെയാണ് നമ്മൾ ഈ കാര്യം കേൾക്കുന്നത് എന്നുള്ളതാണ്. അതായത് ആന്ധ്രയിലെ കന്യാസ്ത്രീ കോൺവെന്റ് ഹോസ്റ്റലിൽ ജനിച്ച നവജാത ശിശുവിനെ എറിഞ്ഞു കൊലപ്പെടുത്തി എന്നാണ്, അതായത് ജനിച്ച ഉടൻ തന്നെ എറിഞ്ഞ് കൊന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. എലിരൂവിലെ സെന്റ് ജോസഫ് കോൺവെന്റ് ഹോസ്റ്റലിൽ 18-കാരിയായ പെൺകുട്ടിയാണ് പ്രസവിച്ചത്. പ്രസവത്തിന് പിന്നാലെ കുഞ്ഞിനെ കോൺവെന്റ് പരിസരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആൺകുഞ്ഞിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കന്യാസ്ത്രീ ആകാനുള്ള പരിശീലനത്തിലായിരുന്ന പെൺകുട്ടിയാണ് പ്രസവിച്ചതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. പ്രസവത്തിന് പിന്നാലെ പെൺകുട്ടി കുഞ്ഞിനെ ജനൽ വഴി പുറത്തേക്ക് എറിയുകയായിരുന്നു. കുർണൂർ സ്വദേശിയായ പെൺകുട്ടി ഇന്റർമീഡിയറ്റ് വിദ്യാർത്ഥിയാണ്. ജനിച്ച് മിനിറ്റുകൾ മാത്രം പ്രായമുള്ള ആൺകുട്ടിയുടെ മൃതദേഹം തൊട്ടടുത്ത പുരയിടത്തിൽ കണ്ടെത്തിയതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മഠത്തിൽ താമസിച്ച് പഠിക്കുകയായിരുന്നു പെൺകുട്ടി. നവജാത ശിശുവിനെ കോൺവെന്റ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നാണ് ആരോപണം. മൃതദേഹം കണ്ടെടുത്തതായി തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിലെ ജോലിക്കാരി വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തിയത്. തുടർന്ന് എലൂരു സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘവും വനിതാ ശിശുക്ഷേമ വകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ പരിശോധനയിൽ കുട്ടിയെ എറിഞ്ഞത് കോൺവെന്റ് കെട്ടിടത്തിൽ നിന്നാണെന്ന് സ്ഥിരീകരിച്ചു. അവശനിലയിലായ അമ്മയെ എലൂരു ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. കോൺവെന്റിൽ കന്യാസ്ത്രീയാകാൻ പരിശീലനം നേടുന്ന പെൺകുട്ടിക്ക് ഒരു വൈദിക വിദ്യാർത്ഥിയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും സൂചനയുണ്ട്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ മറ്റ് റൂംമേറ്റ്സിനെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. കുഞ്ഞ് പ്രസവ സമയത്ത് തന്നെ മരിച്ചതാണോ അതോ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്ന് എറിഞ്ഞതിന്റെ ആഘാതത്തിൽ മരിച്ചതാണോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. ധന്യ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇതിന് മനസ്സ് വരുന്നത്? അതായത് പ്രസവിക്കാനുള്ള മനസ്സല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം, ഒരു പിഞ്ചു കുഞ്ഞിനെ പ്രസവ വേദന അനുഭവിച്ച് നൊന്ത് പ്രസവിച്ച ശേഷം ഒരമ്മ ആ കുഞ്ഞിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് ചൂട് പകർന്ന് അമ്മിഞ്ഞ കൊടുക്കാനാണ് ആദ്യമായി ശ്രമിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഈ കുഞ്ഞിനെയൊക്കെ എറിഞ്ഞു കൊല്ലാൻ ഇവർക്ക് സാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരമ്മയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ഒരു പുരുഷന് ഒരിക്കലും സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എങ്കിൽ പോലും അതിനോട് അടുത്ത് നിന്ന് ഒരു അച്ഛനും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പോലും ചിന്തിക്കുമ്പോൾ അത്രയേറെ നെഞ്ച് പൊട്ടിപ്പോകുന്നുണ്ട് ഇത്തരം വാർത്തകൾ കേൾക്കുന്ന സമയത്ത്. ഇവിടെ നോക്കൂ, ഓരോ കോൺവെൻറ്റുകളിലും ഓരോ മഠങ്ങളിലുമൊക്കെ ഈ പറയുന്ന വൈദിക വിദ്യാർത്ഥികൾ തമ്മിൽ പ്രണയമുണ്ടാകുന്നു. അതുപോലെ തന്നെ അച്ഛന്മാർ തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു. ഇപ്പം കൊട്ടിയൂരിൽ ഒരു
ഫാദർ ആയി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി പിന്നെ പീഡനത്തിനിരയായി അവസാനം ആ പെൺകുട്ടി പ്രസവിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. ആ പെൺകുട്ടിയെ അവസാനം കല്യാണം കഴിക്കാമെന്ന് പറയുന്നു. ഹൈക്കോടതി വടിയെടുക്കുന്നു. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. മറ്റൊരു കേസിൽ ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന് പറയുന്ന അദ്ദേഹത്തെ ബിഷപ്പിനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ പിന്നെ മനഃപൂർവ്വം ചില കേസ് കൊടുത്തതാണ് എന്നുള്ള പല അത് കോടതി അദ്ദേഹത്തെ കുറ്റമുക്തരാക്കി, ഒന്നും പറയാനില്ല. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. മാത്രമല്ല സിസ്റ്റർ അഭയയുടെ മരണം നമ്മൾ കണ്ടതാണ്. കോൺവെന്റിൽ കിണറ്റിൽ മരിച്ചു കിടന്ന അഭയയുടെ അവസ്ഥ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ നിരന്തരമായി ഇത്തരം കോൺവെന്റ് പീഡനങ്ങളും പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന കന്യാസ്ത്രീ മഠത്തിനകത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ ഒരുപാട് സിസ്റ്റർമാരുണ്ടായിരുന്നു. അങ്ങനെ വിമതന്മാരായി ഇറങ്ങി പോവേണ്ടി വരുന്ന സിസ്റ്റർമാരുണ്ടായിരുന്നു. ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച ആളുകളാണ്. പക്ഷേ ഇപ്പോഴും ഇത്തരം സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് ഏറെ ദുഃഖകരമായ കാര്യം. ഈ ആത്മീയതയുടെ മൂടുപടമണിഞ്ഞ ഏത് മതക്കാരായാലും അവരൊക്കെ തന്നെ പിന്നെ ആത്മീയതയ്ക്കുള്ളിൽ നിന്ന് ദൈവത്തിലേക്ക് വരുന്ന ആളുകളെ ലൈംഗികമായി ഉപയോഗിക്കുകയും ലൈംഗികമായി പിന്നെ പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ബന്ധത്തിന് താല്പര്യപ്പെടുകയോ എന്നിട്ട് പ്രസവിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ ഒഴിവാക്കി കളയുകയോ ചെയ്യുന്ന ദാരുണമായ സംഭവം. ഇതിനെതിരെ രംഗത്ത് വരേണ്ടത് സർക്കാരും അതുപോലെ തന്നെ അവരുടെ മേലധ്യക്ഷന്മാരുമാണ്. മാർപ്പാപ്പയൊക്കെ എത്ര മനോഹരമായാണ്, എത്ര സുന്ദരമായാണ് കുഞ്ഞുങ്ങളെ പറ്റി വിവരിക്കുന്നത്, പറയുന്നത്. യേശു പറയുന്നത് നീ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളത്. സ്നേഹത്തെപ്പറ്റി ഇത്രയേറെ പറഞ്ഞ ഒരു പിന്നെ മതഗ്രന്ഥം, അത് ബൈബിൾ അത്രയേറെ പ്രസക്തമാണ് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ എന്താണ് ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്നാണ് ഏറ്റവും വലിയ ചോദ്യം. തന്നെ പറയും. അല്ല പാർത്ഥ, എനിക്ക് തോന്നുന്നത് വലിയ റെസ്ട്രിക്ഷൻസ് ഒക്കെയാണ് ഈ മഠത്തിൽ. ഇപ്പം ഒരു മഠത്തിൻ്റെ ഹോസ്റ്റലിൽ നമ്മൾ താമസിക്കാൻ പോയാൽ രാത്രി 7 മണിക്ക് ശേഷം 6 മണിക്ക് മുന്നേ ഹോസ്റ്റലിൽ കയറണം. അടുക്കും ചിട്ടയും, ഒരുപാട് ശബ്ദമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അവരുടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെയാണ്. ഇത്തരം വരുന്ന കന്യാസ്ത്രീ പരിശീലനത്തിനായി വരുന്ന പെൺകുട്ടികൾ താമസിക്കുന്ന മഠങ്ങളിലുമൊക്കെ മഠത്തിൻ്റെ ഒരു സുപ്പീരിയർ ഉണ്ടാകുമല്ലോ, മദർ സുപ്പീരിയർ. വലിയ റെസ്ട്രിക്ഷൻസ് ഒക്കെയാണ് അവിടെ. അവരെ കാണാൻ പ്രത്യേക സമയം, അങ്ങനെയൊക്കെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയമുണ്ട്, ഭക്ഷണം കഴിക്കാൻ പ്രത്യേക സമയമുണ്ട്, എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയുമുണ്ട്. ഇതിനിടയിൽ എങ്ങനെയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ? അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ പെൺകുട്ടി ഗർഭിണിയായതും ഈ വയറ് വരുന്നതും അവിടുത്തെ സിസ്റ്റർമാർക്ക് അറിയാൻ കഴിഞ്ഞില്ലേ? ഈ വൈദികനും ഈ സിസ്റ്ററും തമ്മിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ശാരീരിക ബന്ധം ഉണ്ടായത്? ഈ പെൺകുട്ടി ഈ മഠത്തിൽ നിന്ന് പോകുമ്പോഴും വരുമ്പോഴും ഇവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ മഠത്തിലെ കാര്യങ്ങളൊക്കെ കുത്തഴിഞ്ഞ നിലയിലേക്കാണോ പോകുന്നത്? ഇതിപ്പോൾ ഞാൻ മഠത്തിന് മാത്രം പറയുന്നതല്ല, നമ്മുടെ ഹൈന്ദവ രീതിയിൽ തന്നെ വലിയ അമ്മമാരും സ്വാമിമാരും എന്നൊക്കെ പറഞ്ഞ് വലിയ ആശ്രമമൊക്കെ കെട്ടി നടത്തുന്നവരുടെ ആശ്രമങ്ങളിൽ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ കേട്ടാൽ ഞെട്ടുന്ന കാര്യങ്ങൾ, ബുക്ക് വരെ അങ്ങനെ പലരും എഴുതിയിട്ടുണ്ട്. അതൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു മതത്തെ മാത്രമല്ല പറയുന്നത്, ഈ ആശ്രമങ്ങൾ കെട്ടി താമസിക്കുന്നവരാണെങ്കിലും ഇത്തരം കന്യാസ്ത്രീ മഠങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഇത്തരം വലിയ മതിലുകൾ കെട്ടി? എന്താണ് ഇവർക്ക് മറയ്ക്കാനുള്ളത് ഉള്ളുകളിൽ? ഇപ്പം നിത്യാനന്ദയുടെ കാര്യം അറിയാമല്ലോ. നിത്യാനന്ദ ഒട്ടേറെ പെൺകുട്ടികളെ പീഡിപ്പിച്ച അവസാനം ഇവിടെ നിന്ന് മുങ്ങി മറ്റൊരു സ്ഥലത്ത് പോയൊരു ദ്വീപ് വാങ്ങി അവിടെ സ്വന്തം രാജ്യമാക്കി പ്രസ്താവിച്ചു. അവിടെ മുമ്പ് സുഖമായിട്ട് ജീവിക്കുകയാണ്. അദ്ദേഹത്തെ തൊടാൻ പോലും ഈ പറയുന്ന ഒരു ഗവൺമെൻറ്റുകൾക്കും കഴിയുന്നില്ല. അത് വേറൊരു ലെവൽ. ഞാൻ പറയുന്ന പോലെ കൊച്ചിയിൽ കുറച്ച് ദിവസം മുമ്പ്, നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി എങ്കിലും, കൊച്ചിയിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഫ്ലാറ്റിൽ നിന്ന് ഒരു കുഞ്ഞിനെ എറിഞ്ഞു കൊലപ്പെടുത്തി, പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട്. പിന്നെ അതും ഈ പറഞ്ഞതുപോലെ ഏതൊരു ഒരാഴ്ച മുന്നേ കോഴിക്കോട് പൊക്കിൾക്കോട് പോലും എന്റെ നാട്ടിലാണ് മാറാത്ത കുഞ്ഞിനെ പിന്നെ മരിച്ച നിലയിൽ ഒരു നെല്ലിയാടി പുഴയിൽ കുഞ്ഞിനെ കണ്ടു. പൊക്കിൾക്കൊടി അറുത്തു മാറ്റാത്ത, അല്ല പൊക്കിൾക്കൊടി അറുത്തു മാറ്റിയിട്ടുണ്ട്, പക്ഷെ പൊക്കിൾക്കൊടി കുഞ്ഞിൽ നിന്ന് വേറിട്ട് പോകാത്ത. എനിക്ക് തോന്നുന്നു പൊക്കിൾക്കൊടിയൊക്കെ മാറാൻ 7 ദിവസം അങ്ങനെ എന്തോ കിടക്കും. അപ്പോ അല്ല ഇത് വളരെ ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പിന്നെ എന്താണ് ഉപേക്ഷിച്ചതായിരുന്നു. ആ കുഞ്ഞ് പൊന്തി അവിടെ, ഞാൻ അതിന്റെ വീഡിയോ കറക്റ്റായിട്ട്, ആ വീഡിയോ പത്രമാധ്യമങ്ങളൊന്നും യഥാർത്ഥ ആ രീതിയിൽ കൊടുത്തിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും അതിന്റെ ആ യഥാർത്ഥ വീഡിയോ ഒരാൾ എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് വളരെ സങ്കടം, അല്ലെങ്കിൽ പറയാ ഇത്രയും ക്രൂരത ചെയ്യുന്നവരാരാണ്? അമ്മത്തൊട്ടിലുകളുണ്ട്, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. മാത്രമല്ല കൊച്ചിയിൽ ഒരു കുഞ്ഞിനെ ഇപ്പം അടുത്ത് ഇങ്ങനെ പ്രസവിച്ചിട്ട് ഈ പറയുന്ന വാഷ് ബേസിൽ ഉള്ള ഒരു സംഭവം ഉണ്ടായി. ഇപ്പൊ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇത്തരം സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന
ഒരു ക്രൂരതയുടെ പര്യായം. അതായത് നമ്മുടെ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുമ്പോൾ അതിനെ വളർത്താൻ കഴിയില്ലെങ്കിൽ അത് നിൽക്കരുത് എന്നാണ് ഒന്നാമത്തെ. ഇത് പറയാൻ പാടില്ലെങ്കിലും പച്ചമലയിൽ കഴപ്പ് തീർക്കാൻ പൊക്കോ, പക്ഷെ അത് ഒരു ഗർഭിണിയാവുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ഇപ്പൊ ശാസ്ത്രീയമായി എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഉപയോഗിച്ച് നിന്റെയൊക്കെ ഇത്തരം കാമപ്രാന്തുകൾ തീർക്കുക എന്നുള്ളതാണ്. അല്ലാതെ ജനിച്ച ഉടനെ സ്വന്തം മക്കളെ, ആ പ്രസവവേദന എന്ന് പറയുന്നത് ലോകത്ത് അമ്മമാർക്ക് മാത്രം അമ്മമാരാവുന്നവർ മാത്രം അനുഭവിക്കുന്ന വേദനയാണ്. അത് വിവരിക്കാൻ പോലും കഴിയാത്ത ഒരു വേദനയാണ് ഈ പ്രസവവേദന എന്ന് പറയുന്നത്. ആ വേദന അനുഭവിച്ച ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച ഉടനെ അതിനെ കൊല്ലുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ പാപമില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ പാപം ചെയ്യുന്നവർ ഈ കന്യാസ്ത്രീകളാവാനോ അല്ലെങ്കിൽ മറ്റൊരു സന്യാസിമാരാകാൻ അല്ലെങ്കിൽ അമ്മമാരാവാൻ പോലും യോഗ്യതയില്ലാത്തവരാണ്. സ്ത്രീകളാവാൻ പോലും യോഗ്യതയില്ല എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഒരു ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് പണ്ട് ദൈവത്തോടൊരു സ്ത്രീ ഒരു കാര്യം ചോദിച്ചു. അതായത് ഞങ്ങൾക്ക് മാത്രം എന്താണ് ഇത്രയധികം വേദനകൾ തരുന്നത്, പുരുഷന്മാർക്കൊന്നും വേദനയില്ല. ഈ പറയുന്ന എന്താണ് മാസമുറ സമയത്ത് ഞങ്ങൾ വേദന അനുഭവിക്കണം, പ്രസവിക്കേണ്ട സമയത്ത് ലോകത്ത് ഏറ്റവും വലിയ വേദന ഞങ്ങൾ അനുഭവിക്കണം, ഒരുപാട് വിഷമങ്ങൾ ഞങ്ങൾ അനുഭവിക്കണം എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മറുപടി എന്തായിരുന്നു? ദൈവം ഇങ്ങനെയായിരുന്നു അത്ര മറുപടി പറഞ്ഞത്. അതായത് നിന്റെ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദന സഹിക്കാൻ സ്ത്രീക്ക് മാത്രമേ പ്രാപ്തിയുള്ളൂ. ആ വേദന സ്ത്രീ സഹിക്കുന്നതിൻ്റെ വേദനയുടെ 10 പുരുഷൻ സഹിച്ചാൽ പുരുഷൻ ചത്തുപോകും. അതായത് പ്രസവ വേദന എന്ന് പറയുന്നത് നമ്മൾ കേട്ടറിഞ്ഞ ശരീരത്തിലെ എല്ലാ എല്ലുകളും നുറുങ്ങുന്ന വേദനയാണ് എന്ന് പറയുന്നത്. അതങ്ങനെ പുരുഷൻ സഹിച്ചാൽ പിന്നെ പുരുഷൻ ഉണ്ടാവില്ല എന്നാണ് ദൈവം മറുപടി പറഞ്ഞത് എന്ന് ഞാനൊരു കഥയിൽ വായിച്ചിട്ടുണ്ട്. പക്ഷേ അത്രത്തോളം മഹത്വവൽക്കരിച്ച ഒരു കാര്യത്തെ ആ കുഞ്ഞിന് അവിടെ ജീവിക്കാനുള്ള അവകാശം, ഒരു വ്യക്തിയുടെ അവകാശം എന്നുള്ള ആ കുഞ്ഞിനുമുണ്ട് എന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ കൊന്നു തള്ളുന്നവരോട് ഇതിനെതിരെ കൃത്യമായ എന്തെങ്കിലും നിയമ നടപടികൾ തന്നെ, ഒരു പ്രത്യേക നിയമം തന്നെ ഇതിനെതിരെ വരണമെന്നാണ് പറയുന്നത്. എന്തായാലും ഇത് സംഭവിക്കാതിരിക്കട്ടെ.